Good afternoon, all. Without much delay, let's move on to the next session. The next subject is Theory of Structures 2, and the topic is Moment Distribution Method. The topic will be handled by Mr. Henry Sergeant Thomas Lowe, who is a lecturer in Civil Engineering, Government Polytechnic College, Kottayam. Before joining as lecturer in GPTC Kottayam, he had worked as Senior Design Engineering in L&T Chennai and Government Polytechnic College, Palakkad. He had done his BTech in Civil Engineering from Government Rajiv Gandhi Institute of Technology, Kottayam, and MTech in Geotechnical Engineering, NIT Calicut. His area of interest include finite element modeling of soil, liquefaction analysis, pile designing, soil testing, etc. So it's my pleasure to welcome Sir to take the session. Dear students, this is 1 hour session. You can make use of Q&A option available in the screen to clarify doubts. So let's move on to the session. Over to you, sir. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും അസാപ്പ് കോർഡിനേറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2-ലെ ലാസ്റ്റ് ടോപ്പിക്കായ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഇതിനു മുൻപ് കണ്ടിന്യൂസ് ബീം എന്ന ക്ലാസ് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി തിയറി ഓഫ് സ്ട്രക്ചർ 1 അതിൽ പഠിച്ച മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് പോകാവുന്നതാണ്. വിലയൊന്നുമില്ല. ആദ്യം നമ്മൾ ടോസ് 1-നകത്ത് പഠിച്ച ടൈപ്സ് ഓഫ് ബീം, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സപ്പോർട്ട് ജസ്റ്റ് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നു. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അതിനുശേഷം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഈ ടോപ്പിക്കുമായിട്ട് എല്ലാവരും ഫെമിലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ടൈപ്പ് ഓഫ് ബീംസ് ആൻഡ് സപ്പോർട്ട്സ്. ടോസ് 1-നകത്ത് നമ്മൾ പഠിച്ച മെയിൻ 3 ടൈപ്പ് ബീമാണ്. ഒന്ന് കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതുപോലെ തന്നെ ഓവർ ഹാങ്ങിങ് ബീം. എന്താണ് കാൻഡിലിവർ ടൈപ്പ് ഓഫ് ബീം എന്ന് പറഞ്ഞാൽ? കാൻഡിലിവർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കംപ്ലീറ്റ് ഫിക്സിറ്റിയും മറ്റൊരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫ്രീയുമായിരിക്കും. ആ ടൈപ്പ് ബീമിന് പറയുന്ന പേരാണ് കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ എൻ്റയർ ബീമിൻ്റെ രണ്ട് വശത്തും ഒരു പിൻ ജോയിൻറ്റും ഒരു റോളർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ബീമിനാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിൻ്റെ ഒരു വശത്തേക്കോ അല്ലെങ്കിൽ രണ്ട് വശത്തേക്കുമോ ബീം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ടോസ് 1 എന്ന സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ടോസ് 2-ൽ നമ്മൾ പഠിച്ച മറ്റൊരു ടൈപ്പ് ബീമാണ് ഫിക്സ്ഡ് എൻഡ് ബീം എന്ന് പറയുന്നത്. കാൻഡിലിവർ ബീമിൽ ഒരു വശത്ത് മാത്രമായിരുന്നു കംപ്ലീറ്റ് ആയിട്ടും ഫിക്സ്ഡ് ആയിരുന്നെങ്കിൽ ഫിക്സ്ഡ് ബീമിൽ രണ്ട് വശത്തും ബീമിനെ കംപ്ലീറ്റ് ആയിട്ടും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാൻഡിലിവർ വിത്ത് സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാൻഡിലിവറിന് തന്നെ മറ്റൊരു മോഡിഫിക്കേഷനാണ്. അതായത് ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും, മറുഭാഗത്ത് നമ്മളൊരു താങ്ങും കൊടുക്കും. അത് നമുക്ക് ഇപ്പോൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ടൈപ്പാണ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ കാണുന്ന കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാ വലിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിങ്ങിലും കാണുന്നതാണ്. അതായത് ഒരു വലിയ ബീമിനെ 2-ൽ അധികം കോളങ്ങൾ താങ്ങിയാൽ അതിന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. നോക്കൂ, ഇതിനകത്ത് 4 സപ്പോർട്ടുകളുണ്ട്. അതായത് ഇതിനകത്തിപ്പം സ്പാൻ 1, സ്പാൻ 2, സ്പാൻ 3 ഇങ്ങനെ എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീമിനകത്ത് ഉണ്ടാവാം. നിങ്ങളുടെ കോളേജിലെ കോറിഡോർ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങുകൾ, ഇവിടെയെല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ബീമിനെ കാണാവുന്നതാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ബീമിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ള 2 ടോപ്പിക്കുകളാണ് ലാസ്റ്റ് നിങ്ങൾ കണ്ട
ഒന്നാമത്തെ മെത്തേഡായ 3 മൊമെന്റ് ഇക്വേഷൻ, രണ്ടാമത്തെ മെത്തേഡായ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓൾറെഡി നിങ്ങൾ 3 മൊമെന്റ് ഇക്വേഷൻ കഴിഞ്ഞു. അതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സപ്പോർട്ടാണ്. ഇതും നമ്മൾ ഓൾറെഡി ടോസ് 1-ൽ പഠിച്ചതാണ്. ആദ്യത്തേതാണ് റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സുകളെ മാത്രം റെസിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ടാണ് റോളർ സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തുണ്ടാവുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നതും വെർട്ടിക്കൽ മാത്രമായി. രണ്ടാമതാണ് പിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള റിയാക്ഷനെ ഈ തരത്തിലുള്ള സപ്പോർട്ടിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലോഡിനെയും ഇത് റെസിസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ലോഡുകൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ ഇതിനകത്ത് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ, രണ്ടാമത്തേത് വെർട്ടിക്കൽ റിയാക്ഷൻ. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പഠിച്ച സപ്പോർട്ടാണ് ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഒരൊറ്റ റിയാക്ഷൻ മാത്രമാണ് ഉണ്ടായത്. ഇതിനകത്ത് രണ്ട് റിയാക്ഷൻ ഉണ്ടായി. ഇതിനകത്ത് 3 റിയാക്ഷനുകൾ ഉണ്ടാവും. അതായത് 3 ടൈപ്പ് ഫോഴ്സിനെ ഈ ഫിക്സ്ഡ് സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ഇതിനകത്ത് കണ്ടതുപോലെ തന്നെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ. അതുകൂടാതെ തന്നെ ഒരു മൊമെന്റിനെയും ഫിക്സ്ഡ് സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള സപ്പോർട്ട്. എല്ലാവരും ഈ ഒരു കാര്യം, ഈ പ്രത്യേകിച്ച് ഈ 3 ടൈപ്പ് സപ്പോർട്ടിന് കാര്യത്തിൽ ഒരു ധാരണ വേണം. അടുത്തതാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ടോസ് 1-നകത്തും ടോസ് 2-നകത്തും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തേത് സിഗ്മ എഫ് വി ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സം ഓഫ് ഓൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് ഇസ് ഈക്വൽ ടു 0. മൂന്നാമത് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സ്ട്രക്ചറിലെ ഏത് പോയിന്റ് എടുത്താലും സം ഓഫ് മൊമെന്റ് about that particular point will be equal to 0. നിങ്ങൾക്ക് ആദ്യത്തെ ഫിഗറിൽ നോക്കിയാൽ ഒരു റോളർ. അപ്പൊ പിൻഡ് ജോയിന്റിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സ് ആണ് ഉണ്ടാവുക? 2 തരത്തിൽ, അല്ലേ? ഹൊറിസോണ്ടലും വെർട്ടിക്കലും. റോളറിനകത്ത് വെർട്ടിക്കൽ മാത്രം. അപ്പം ടോട്ടൽ ഈ സ്ട്രക്ചറിനകത്ത് എത്ര ഫോഴ്സുകൾ ഉണ്ട്? 3 ഫോഴ്സിനെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എത്ര ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്? അതും 3. അപ്പം നമ്പർ ഓഫ് അൺനോൺസും നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസും 3 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാത്സിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണെങ്കിൽ അത്തരം സ്ട്രക്ചറുകളെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കൂ. ഇവിടെ നമുക്കൊരു ഫിക്സ്ഡ് എൻഡ് ഉണ്ട്. അപ്പം ഇവിടെ തന്നെ 3 റിയാക്ഷൻസ് ആയി. ഏതൊക്കെയാണ്? ഒരു ഹൊറിസോണ്ടൽ ഉണ്ടായി, ഒരു വെർട്ടിക്കൽ ഉണ്ടായി, ഒരു മൊമെന്റും ഉണ്ടായി. ഇനിയും ഇവിടെയും ഒരു റോളർ ഉണ്ട്, ഇവിടെയും ഒരു റോളർ ഉണ്ട്, അല്ലേ? അപ്പൊ ഈ 2 റോളറും എന്ത് തരും? നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രം തരും. അപ്പം ടോട്ടൽ ഇപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് എത്ര എണ്ണമായി? 5 റിയാക്ഷൻസ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് 3 വെർട്ടിക്കലും ഒരു ഹൊറിസോണ്ടലും ഒരു മൊമെന്റും. പക്ഷെ നമ്മൾക്ക് എത്ര റിയാക്ഷൻസിനെ പറ്റി അറിയാം? അല്ലെങ്കിൽ നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്? 3 മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ 3 ഉള്ളൂ. 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് 5 ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റാറ്റിക്കലി
ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മാത്രം പോരാ ഇതുപോലത്തെ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ. സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം ഷിയർ ഫോഴ്സ് ആണ്, എന്തുമാത്രം ബെൻഡിങ് മൊമെന്റ് ആണ് ഓരോ പോയിന്റിലും എന്നൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യത്തിനാണ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം മാത്രം പോരാ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ, മറ്റു ചില കാര്യങ്ങളും കൂടെ വേണം. അപ്പോൾ അത്തരം സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നോക്ക്, ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡ് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഫ്രീ മൊമെന്റ് തിയറം അല്ലെങ്കിൽ ഫ്രീ മൊമെന്റ് ഇക്വേഷൻ. മറ്റൊരു മെത്തേഡാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ആക്ച്വലി ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്ന് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പഠിക്കാനില്ല, ഡയറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് പോകാവുന്നതാണ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ 1930 അമേരിക്കയിലെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറായ പ്രൊഫസർ ഹാർഡി ക്രോസ് എന്ന ഒരാളാണ് ഈ മെത്തേഡ് രൂപം കൊടുത്തത്. അപ്പോൾ 1930 മുതൽ ഏകദേശം ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് ചെയ്യുന്നത് വരെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ട്രക്ചറൽ എഞ്ചിനീയർമാരും മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കമ്പ്യൂട്ടർ വന്നതും പിന്നെ ഈ മെത്തേഡ് വെച്ച് തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ സ്ട്രക്ചറുകൾ അനലൈസ് ചെയ്യാനും തുടങ്ങി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം ഒരു ഉദാഹരണം, ഇതെൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂർ പോളിയിലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ജിതിൻ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൊറോണയുടെ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ പോലെ തന്നെയാണ് ഈ കാര്യം. ലോക്ക്ഡൗണിൽ എന്താണ് ചെയ്തത്? കേരളത്തിലെ എല്ലാ ജില്ലകളും കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെച്ചു, അല്ലേ? എന്നിട്ട് രോഗം കുറയുന്നതനുസരിച്ച് ഓരോ ജില്ലകളും പതിയെ പതിയെ ജില്ലാ ഭരണകൂടം തുറന്നു വിട്ടു. അതേ ഒരു കൺസെപ്റ്റാണ് നിങ്ങൾ ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹാർഡി ക്രോസ് മെത്തേഡ് എന്ന് ഇതിനെ പറയും. ഈ മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ ഫിഗറിൽ നിങ്ങൾക്ക് എ ബി സി 3 ജോയിന്റ് ഉണ്ട്. അതനുസരിച്ച് ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. എ ബി എന്ന് പറഞ്ഞൊരു സ്പാൻ ഉണ്ട്, ബി സി എന്ന് പറഞ്ഞൊരു സ്പാൻ ഉണ്ട്. എ ഇത് ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഫിക്സ്ഡ് സപ്പോർട്ടിൽ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക? 3 എണ്ണം, അല്ലേ? അതുപോലെ തന്നെ ബി, ഇവിടെ ഒരു പിൻഡ് ജോയിന്റ് ഉണ്ട്. സി, ഇവിടെയും ഒരു പിൻഡ് ജോയിന്റ് ഉണ്ട്. അപ്പോൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എ ബി സി ഈ 3 ജോയിന്റുകളെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കും, അനങ്ങാൻ പറ്റാതെ ആക്കി വെക്കും. അനങ്ങാൻ പറ്റാതെ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഒരു ജോയിന്റ് അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ സപ്പോർട്ട് അവിടെ കൊടുക്കണം? ഫിക്സ്ഡ് സപ്പോർട്ട് തന്നെ കൊടുക്കണം, അല്ലേ? അപ്പോൾ എനെയും ബിനെയും സിനെയും ഏത് തരത്തിലുള്ള സപ്പോർട്ട് ഇവിടെ ആയിക്കോട്ടെ, നമ്മൾ എ ബി സി എന്നതിനെ നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ടാക്കി വെക്കും. ഫിക്സ്ഡ് സപ്പോർട്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും അടുത്ത സ്ലൈഡുകൾ ഞാൻ പറയാം. അപ്പം ഇവിടുത്തെ എല്ലാം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം നമ്മളുടെ ആവശ്യമായിട്ടുള്ള ജോയിന്റ്, ഇപ്പൊ ഇതിനകത്ത് എ ബിയും ബി സിയും ഈ 2 മെമ്പേഴ്സും എവിടെയാണ് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്? ബി എന്ന് പറയുന്ന ജോയിന്റിലാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബി എന്ന് പറഞ്ഞ ജോയിന്റിനെ അനലൈസ് ചെയ്യാനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ബി എന്ന് പറഞ്ഞ ജോയിന്റിനെ അൺലോക്ക് ചെയ്ത് വിടും. അപ്പം അതിനെ അൺലോക്ക് ചെയ്ത് വിടുമ്പോൾ അവിടെ ഇവിടെയും കുറച്ച് അൺബാലൻസിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് വഴിയെ ഞാൻ പറയാം. അപ്പോൾ ഈ അൺബാലൻസിനെ ബാലൻസ് ചെയ്ത് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് സിമ്പിൾ. അതായത് ഇത്രയും കാര്യം മാത്രം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യം നമ്മൾ എൻറ്റയർ സ്ട്രക്ചേഴ്സിനെ ഓരോ സ്പാനിനെയും നമ്മൾ മുഴുവനായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് സപ്പോർട്ട് വെച്ച് നമ്മൾ ലോക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ള ജോയിന്റിനെ റിലീസ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന ചില മൊമെന്റുകളെ നമ്മൾ ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ മുതൽ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക്
മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും 6 സ്റ്റെപ്പുകളാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന് ആവശ്യമായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ് നോക്കിക്കേ. ഒന്നാമത്തേതാണ് നമ്മളുടെ കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. രണ്ടാമത്തേത് കാൽക്കുലേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്. മൂന്നാമത്തേത് ഡിസ്ട്രിബ്യൂട്ടിംഗ് അൺബാലൻസ് മൊമെന്റ്. നാലാമത്തെ സ്റ്റെപ്പ് അപ്ലൈയിങ് ക്യാരി ഓവർ ഫാക്ടേഴ്സ്. അഞ്ചാമത്തേത് കാൽക്കുലേഷൻ ഓഫ് മോഡിഫൈഡ് ബെൻഡിങ് മൊമെന്റ്. ആറാമത്തെ സ്റ്റെപ്പ് ഡ്രോയിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഈ 6 സ്റ്റെപ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തേത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുക, രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക, ക്യാരി ഓവർ ഫാക്ടർ കണ്ടുപിടിക്കുക. ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 90% നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 75% നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം. അതിനുശേഷം നിങ്ങൾ ഒരു ടേബിൾ വരച്ച് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഫിക്സ്ഡ് എൻഡ് മൊമെന്റും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും ക്യാരി ഓവർ ഫാക്ടറും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഓരോന്നും കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ എങ്ങനെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. കാരണം പറഞ്ഞു പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്കും ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, മനസ്സിലാവാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ഫിഗർ എടുക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? നമുക്കൊരു ഫിക്സ്ഡ് ബീം ഉണ്ട്. ആ ബീമിന് നടുക്കൊരു പോയിന്റ് ലോഡും, ഡബ്ല്യു എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡും ഉണ്ട്. അതായത് എയിൽ നിന്ന് പോയിന്റ് ലോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ബിയിൽ നിന്നും ഈ ദൂരം എന്ന് പറയുന്നത് L/2 ആയിരിക്കും. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. ഈ W എന്ന് പറഞ്ഞ ലോഡ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ 2 ഭാഗത്തും ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാന്ന് ഓർക്കണം. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യും അല്ലേ? ഇങ്ങനെ ബെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഫിക്സ്ഡ് സപ്പോർട്ട് എന്തിനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ബെൻഡിങ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ലോഡ് വന്ന താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബെൻഡ് ചെയ്യുന്നത് ഈ സപ്പോർട്ടിന് ഇഷ്ടാവോ? ഇല്ല. അപ്പോ ഇവിടുത്തെ സപ്പോർട്ട് എന്ത് ചെയ്യും? ഈ താഴേക്ക് വരുന്ന ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് മൊമെന്റ് മുകളിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു മൊമെന്റ് കൊടുക്കും. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ നിന്നും എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് മുകളിലേക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പോയതിനെ എന്ത് റെസിസ്റ്റ് ചെയ്തു? ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു സാധനം വെച്ച് മുകളിലേക്ക് തട്ടിവിട്ടു അല്ലേ? അതുപോലെ തന്നെ ഇവിടേക്കും ഇവിടുന്ന് ഇങ്ങനെ ഒരു മൊമെന്റ് വന്നിട്ട് ഈ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ബീമിന്റെ 2 സപ്പോർട്ടുകൾ ബീമിനെ ബെൻഡ് ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അതിന്റെ 2 ഫിക്സഡ് പോയിന്റുകളിൽ നിന്നും ഇവിടെ നിന്നും കൊടുക്കുന്ന റെസിസ്റ്റിംഗ് മൊമെന്റ് ആണ് അല്ലെ? അപ്പൊ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ബീമിലേക്ക് ഏത് തരം ലോഡും ആയിക്കോട്ടെ, ഇപ്പം ഈ സെൻട്രൽ പോയിന്റ് ലോഡോ, അല്ലെങ്കിൽ എക്സെൻട്രിക് ലോഡോ, അല്ലെങ്കിൽ UDL ലോഡ്, എന്ത് തരത്തിലുള്ള ലോഡും ആയിക്കോട്ടെ, ലോഡ് വരുമ്പോൾ ബീം സാധാരണയായിട്ട് ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ 2 സപ്പോർട്ടുകളും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റിംഗ് മൊമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് MF എന്നാണ്. MF എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് മൊമെന്റ് ആണ്. ഇനി എന്താണ് MF/AB? നോക്കിയേ, എയിൽ നിന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ബിയുടെ ഡയറക്ഷനിലേക്കാണ് ഇതിങ്ങനെ പോകുന്നത് അല്ലെ? അപ്പോ MF/AB എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും AB ഡയറക്ഷനിലേക്ക് പോകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ് MF/AB. അങ്ങനെയാണെങ്കിൽ MF/BA എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് BA ഡയറക്ഷൻ ആയിട്ട് പോകുന്ന ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആയിരിക്കും അല്ലെ? ഇനി ഇതിന്റെ വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഒരു ഫിക്സ്ഡ് ബീമിൽ സെന്റർ പോയിന്റ് ലോഡ് വന്നാൽ ഇവിടെ
രണ്ട് വശത്തും ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് WL/8 ആയിരിക്കും. ഇവിടെയും WL/8, ഇവിടെയും WL/8. പക്ഷെ നോക്കിയേ, ഇവിടെ ഒരു WL/8 നെഗറ്റീവും ഒരു WL/8 പോസിറ്റീവുമാണ് അല്ലെ? നിങ്ങൾ ഇതുവരെ പഠിച്ചത് ക്ലോക്ക് വൈസ് മൊമെന്റുകൾ നെഗറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റുകൾ പോസിറ്റീവും എന്നാണ്. എന്നാൽ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ വരുമ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് മൊമെന്റുകൾ എല്ലാം പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റുകൾ എല്ലാം നെഗറ്റീവും ആയിരിക്കും. അത് ഇനിയും ഏത് തരത്തിലായാലും ഫിക്സ്ഡ് ബീമിൽ സെന്റർ പോയിന്റ് ലോഡ് വന്നാലും എക്സെൻട്രിക് പോയിന്റ് ലോഡ് വന്നാലും UDL വന്നാലും എന്തായിരിക്കും? ക്ലോക്ക് വൈസ് മൊമെന്റുകൾ എന്ന് പറയുന്നത് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റുകൾ എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഈ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക. WL/8 ഇവിടെയും WL/8. ഇവിടെ ഇതൊരു ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ്, ഇവിടെ ഈ ഫിക്സ്ഡ് മൊമെന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് -WL/8. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ഫിക്സ്ഡ് ബീമിൽ മുഴുവൻ ലെങ്തിലും UDL ആണ്. ഇതേ കണ്ടീഷൻ തന്നെ, താഴേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നു, ബീം ബെൻഡ് ചെയ്യാൻ നോക്കുന്നു. ഈ ബെൻഡിങ്ങിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ അറ്റത്ത് നിന്ന് എയിൽ നിന്ന് ബി ഡയറക്ഷനിലേക്ക് ഒരു റെസിസ്റ്റിംഗ് മൊമെന്റ് വരുന്നു. അതാണ് MFAB. അതുപോലെ തന്നെ ബിയിൽ നിന്ന് എ ഡയറക്ഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റെസിസ്റ്റിംഗ് മൊമെന്റ് വരുന്നു. അതാണ് MFBA. ഇനി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവുമാണ് വരുന്നത്. ഇനി ഇവിടെ WL/8 ആയിരുന്നു നമ്മളുടെ വാല്യൂ. പക്ഷെ ഇവിടെ -WL²/12 +WL²/12 ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ ഇതിന്റെ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി നിങ്ങൾ. ഇവിടെ സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ WL/8 ആണ്, മൈനസും പ്ലസും. UDL ആണെങ്കിൽ WL²/12 ആണ്, മൈനസും പ്ലസും. മനസ്സിലായല്ലേ? ഇനി മൂന്നാമത്തേതാണ് ഫിക്സ്ഡ് ബീം വിത്ത് എക്സെൻട്രിക് പോയിന്റ് ലോഡ്. എക്സെൻട്രിക് പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ കൃത്യം നടുക്കല്ല. ഇവിടെ എയിൽ നിന്ന് L/2, ബിയിൽ നിന്ന് L/2. പക്ഷെ എക്സെൻട്രിക് ലോഡ് എന്ന് പറഞ്ഞാലോ, എയിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം, അതായത് A ഡിസ്റ്റൻസ്, ബിയിൽ നിന്ന് B ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ MFABയും MFBAയും എത്രയായിരിക്കും? MFAB മൈനസ് ആണ്, MFBA പോസിറ്റീവ് ആണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ മൈനസിന്റെ കൂട്ടത്തിൽ ഇവിടെ ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവിദ്യയുണ്ട്. W/L² ഇൻറ്റു നമുക്ക് വേണ്ടത് എയുടെ ആണ്. അപ്പം B² ഇൻറ്റു A ഉണ്ടല്ലേ, B² ഇൻറ്റു A. അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് -W/L² ഇൻറ്റു AB². അപ്പം ഇവിടുത്തെ ആണെങ്കിലോ +W/L² ഇൻറ്റു A² ഇൻറ്റു B. അതായത് നമ്മൾക്ക് ഏത് പോയിന്റിലാണ് വേണ്ടത്, ബിയിലെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എയുടെ അടുത്തുള്ളതിന്റെ ഈ ഡിസ്റ്റൻസിനെ സ്ക്വയർ ചെയ്യാം. അപ്പം WA²B/L². ഇവിടെയാണെങ്കിൽ WB²A/L². സിമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെ ഞാൻ ഒരു സ്ലൈഡ് കാണിച്ചിരുന്നു. ഈ സ്ലൈഡില് ഇപ്പോൾ നിങ്ങൾക്ക് 2 സ്പാൻ ഉണ്ടെങ്കിൽ ഈ 2 സ്പാനെയും ഇങ്ങനെ നിങ്ങൾ ഫിക്സ്ഡ് എൻഡ് സ്പാനുകളാക്കി മാറ്റുന്നു. എന്നിട്ട് ഓരോ സ്പാനെയും നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള ലോഡാണോ ആ ലോഡ് വെച്ച് നിങ്ങൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കും. അതാണ് നിങ്ങളുടെ എങ്ങനെയാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കുറച്ച് ഈ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇപ്പൊ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഓരോ വാല്യൂ ഉണ്ട് അല്ലെ? ഇവിടെ WL/8, WAB²/L², WA²B/L². അതുപോലെ തന്നെ ഇവിടെ WL²/12. ഇനി കുറച്ചുകൂടെ ഇനി അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരിക്കും. പക്ഷെ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. It is defined as
the proportion of unbalanced moment carried by each of the members. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു പിക്ചറിലേക്ക് പോകാം. നോക്കിക്കേ, ഇത് ഒരു കണ്ടിന്യൂസ് ബീം ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സ്ഡ് ആണ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ അത് പിൻഡാണ്, സി എന്ന് പറഞ്ഞ പോയിന്റിലും ഇത് പിൻഡാണ്. ഇനി നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? എനെയും ബിനെയും സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്ത് വെക്കുന്നു അല്ലെ? അപ്പം എ നിങ്ങൾ ഫിക്സ് ആക്കി, ബി നിങ്ങൾ ഫിക്സ് ആക്കി, സി നിങ്ങൾ ഫിക്സ് ആക്കി. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ സൈൻ ആണ്. നിങ്ങൾ സാധാരണ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മൊമെന്റിന്റെ സൈൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും, ആന്റി ക്ലോക്ക് വൈസ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. പക്ഷേ ഫിക്സ്ഡ് എൻഡ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ക്ലോക്ക് വൈസ് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ആയിരിക്കണം. എപ്പോഴും നിങ്ങൾ അത് ഓർത്തിരിക്കണം. കാരണം സ്ഥിരമായിട്ട് കുട്ടികൾക്ക് തെറ്റുപറ്റുന്ന ഒരു ഭാഗമാണ് ഈ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവുക എന്നുള്ളത് കേട്ടോ. അപ്പോ ആദ്യം നമുക്ക് നോക്കാം. എ ബി എന്ന് പറഞ്ഞൊരു മെമ്പർ ഇപ്പൊ അത് ഫിക്സ് ആണ്, ബി സി എന്ന് പറഞ്ഞ മെമ്പറും ഫിക്സ് ആണ്. ഇവിടെ നമുക്ക് ഓരോ ലോഡും ഉണ്ട്. എന്ത് തരത്തിലുള്ള ലോഡും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോ നിങ്ങൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പം ഇവിടെ പോയിന്റ് ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഒന്നെങ്കിൽ ഇത് വെച്ച് ഇത് സോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പല പല മൊമെന്റുകൾ കിട്ടുന്നു. ആ മൊമെന്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ജോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ ജോയിന്റ് ആണ് അല്ലെ? ഈ ബിയിലേക്കാണ് എ ബി വന്ന് മുട്ടുന്നത്, സി ബി വന്ന് മുട്ടുന്നത്. അപ്പൊ ഈ ബിയെ നമുക്ക് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഭാഗത്തെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ ഈ പഴയ സാധനത്തെ തന്നെ പിന്റെ ജോയിന്റിനെ തന്നെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോ തിരികെ കൊണ്ടുവരുമ്പോൾ ഈ മൊമെന്റുകൾ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇങ്ങനെ ഈ മൊമെന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന നിങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ച വാല്യൂ ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റിലെ മാത്രം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ്. ഒരു ഉദാഹരണത്തിന് ഇവിടെ പ്ലസ് 90 കിലോ ന്യൂട്ടൺ മീറ്റർ, അതായത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഇവിടെ ഉണ്ടായത് അല്ലെ? പ്ലസ് ആണ്. ഇനി ഇവിടെയോ മൈനസ് 32 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇങ്ങനെ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പം ഇവിടെ പ്ലസ് 90 മൈനസ് 32 അല്ലെ? രണ്ടും കൂടെ കൂടി ചേർന്ന് എത്ര കിട്ടും? 58 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, പിൻഡ് ജോയിന്റ് എന്ന് പറയുന്നതിനകത്ത് എപ്പോഴേലും മൊമെന്റ് വരുമോ? ഇല്ല. പിൻഡ് ജോയിന്റ് ആകപ്പാടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള റിയാക്ഷനെ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഇവിടെ വരുന്ന ഈ മൊമെന്റിനെ ഇനി എന്നാ ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു 58 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഒരു മൊമെന്റും ഉണ്ട്. അപ്പം അതിനു വേണ്ടി അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ പിൻഡ് ജോയിന്റില് മൊമെന്റ് ഉണ്ടാവാൻ പാടില്ല, പക്ഷേ ഇവിടെ ഒരു 58 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അതിന് പറയുന്ന ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ മൊമെന്റിന് പറയുന്ന പേരാണ് അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അൺബാലൻസ്ഡ് മൊമെന്റ് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവനെ എന്ത് ചെയ്യണം? അവനെ ഒന്ന് ബാലൻസ് ചെയ്താല് ഈ പോയിന്റിലെ കാര്യം പ്രശ്നമില്ലാതെ ആയിപ്പോകൂടും. അപ്പോൾ ഈ 58 കിലോ ന്യൂട്ടന്റെ, അപ്പൊ ഇവിടെ പ്ലസ് 90 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ട്, ഇവിടെ മൈനസ് 32 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. പക്ഷെ ബാലൻസ് ചെയ്യുമ്പോൾ ഈ അൺബാലൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ 58ന്റെ ഒരു ഭാഗം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ 58ന്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെയും കൊടുക്കും. ഇനി എത്ര ഈക്വൽ ആയിട്ട് നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ എന്തുമാത്രം വിഭാഗമാണ് ഇവിടെയും കൊടുക്കേണ്ടത് ഇവിടെയും കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഫാക്ടറാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? അതിനും ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കട്ടെ, നല്ലൊരു കേക്ക്. അപ്പോൾ ഈ കേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു 3 ഈ കേക്കിന് എടുത്തുകൊണ്ടിരിക്കും, ബാക്കി ആരും തൊടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവന്മാർ തന്നെ എന്ത് ചെയ്യും? ഈ മുഴുവൻ കേക്കിനെയും 4ആയിട്ട്, അതായത് എല്ലാവർക്കും ഒരേ ആരോഗ്യമാണെങ്കിൽ എല്ലാവരും ഒരേ എമൗണ്ട് കേക്ക് എടുത്തോണ്ട് പോകും, ബാക്കി ആർക്കും കിട്ടത്തുമില്ല. ഇനി വരുന്ന 4 പേരിൽ ഒരാൾ ഭയങ്കര ആരോഗ്യം കുറഞ്ഞവനാണ്, ബാക്കി 3 പേർക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആരോഗ്യം കുറഞ്ഞ ഒരാൾക്ക് വളരെ കുറച്ച് കേക്കേ കിട്ടത്തുള്ളൂ, ആരോഗ്യം കൂടിയ ബാക്കിയുള്ളവര് ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പം കയ്യൊക്കുള്ളവനാണ് കാര്യക്കാരൻ അല്ലെ?
അതുപോലെ തന്നെയാണ് ഈ 58 കിലോ ന്യൂട്ടന്റെ എന്തുമാത്രമാണ് ഇവിടെ കിട്ടേണ്ടതെന്നും ഇവിടെ കിട്ടേണ്ടതെന്നും നമ്മൾ തീരുമാനിക്കുന്നത്. അതിന് നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി പഠിക്കണം. അതിന് പറയുന്ന പേരാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് രണ്ട് മെമ്പർ ഉണ്ട് അല്ലേ, എ ബി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്, ബി സി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെമ്പേഴ്സിനും സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ബി എന്ന് പറഞ്ഞ ഈ പോയിന്റ് മാത്രമാണ്, ബി എ ബി എന്ന് പറഞ്ഞ ആ സ്പാനെ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ബിയിൽ ബി എന്ന് പറഞ്ഞ നിങ്ങളുടെ ജോയിന്റിൽ എനിക്ക് ഒരു യൂണിറ്റ് മൊമെന്റ്, യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഇവിടെ വേണം, അല്ലെങ്കിൽ യൂണിറ്റ് റൊട്ടേഷൻ എനിക്ക് ഇവിടെ വേണം. അതായത് 1 ഡിഗ്രി എനിക്ക് ഈ ആംഗിൾ വേണം. അപ്പം 1 ഡിഗ്രി ആംഗിൾ എനിക്ക് വേണ്ടതിനായിട്ട് ഞാൻ എന്തുമാത്രം മൊമെന്റ് അപ്ലൈ ചെയ്യുന്നു അതിന് പറയുന്ന പേരാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇതാ നമുക്ക് അതിന് ഡെഫിനേഷൻ ഉണ്ട്. മൊമെന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റൊട്ടേഷൻ അറ്റ് നിയർ എൻഡ് ഓഫ് എ മെമ്പർ. ഇനി എന്താണ് നിയർ എൻഡ്? നമ്മൾ എടുത്തിരിക്കുന്ന ജോയിന്റ് എന്ന് പറയുന്നത് ബി ആണ് അല്ലെ. അപ്പം എപ്പോഴും നമ്മളുടെ നിയർ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ജോയിന്റ് ആണ്. ഫാർ എൻഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അകലെയുള്ള ജോയിന്റുകൾ. അപ്പം ഇതൊരു ഫാർ എൻഡ് ആണ്, ഇതൊരു ഫാർ എൻഡ് ആണ്. ഇനി ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ബി എ എന്ന് പറയുന്ന മെമ്പറിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്4EI/L ആയിരിക്കും. ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ലെങ്ത് മോഡുലസ്, ഐ മൊമെന്റ് ഓഫ് ഇനർഷ്യ, എൽ എന്ന് പറയുന്നത് ലെങ്തും. ഇനി താഴെ നോക്കിക്കേ, ഇവിടെ എന്താണ്, ഇവിടെ ഫിക്സ്ഡ് ആയിരുന്നു, പക്ഷെ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ പിന്നാണ് അല്ലേ. അപ്പോൾ എന്തുമാത്രം മൊമെന്റ് ഞാൻ അപ്ലൈ ചെയ്യണം ഈ പോയിന്റിൽ യൂണിറ്റ് റൊട്ടേഷൻ വരാൻ, അതാണ് എൻ്റെ സ്റ്റിഫ്നെസ്. പക്ഷെ ഇവിടുത്തെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K = 3EI/L ആണ്. ഈ K എന്ന് പറയുന്നത് ഇതിനെ സ്റ്റിഫ്നെസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ബി എ എന്ന് പറയുന്ന ഈ മെമ്പറിന് ഇവിടെ ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് 4EI/L ആണ്. എൽ എന്ന് പറയുന്നത് എപ്പോഴും ബി എ നിങ്ങൾ എടുക്കുന്ന മെമ്പറിന്റെ മാത്രം ലെങ്ത് ആണ്, അല്ലാതെ മുഴുവൻ കണ്ടിന്യൂസ് ബീമിന്റെയും ലെങ്ത് അല്ല. ഇതും സാധാരണ കുട്ടികൾ വരുത്തുന്ന ഒരു തെറ്റാണ്. ലെങ്ത് എടുക്കാൻ പറയുമ്പോൾ അവര് മുഴുവൻ ബീമിന്റെയും ലെങ്ത് എടുക്കും. അങ്ങനെയല്ല, ഇതിന്റെ മാത്രം ലെങ്ത് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഫാർ ആൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റിഫ്നെസ് 4EI/L ആണ്. ഫാർ ആൻഡ് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 3EI/L ആണ്. മനസ്സിലായല്ലോ? അപ്പം ആരെ ഈ കൂട്ടത്തിൽ മിടുക്കൻ? ഫിക്സ്ഡ് എൻഡ് ആണ് അല്ലെ. അപ്പം 4EI/L ആണ് കൂടുതൽ സ്റ്റിഫ്നെസ്. അപ്പം സ്റ്റിഫ്നെസ് കൂടുതൽ ഉള്ളവനാണ് ഈ 58 കിലോ ന്യൂട്ടൺ മീറ്ററിനകത്തെ കൂടുതൽ ഭാഗം ഇവിടെ എടുക്കുന്നത്. ഇവിടെ ഈ കാണിക്കുന്നില്ലേ, ഈ ബി എ എന്ന് പറയുന്ന ഭാഗത്തിന്റെ സ്റ്റിഫ്നെസ് കൂടുതലാണെങ്കിൽ ഈ കേസിൽ ഈ പോയിന്റും എന്തായിരിക്കും? ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും 4EI/L ആണ്, ഇവിടെയും 4EI/L ആണ്. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോ ഇതിന്റെ സ്റ്റിഫ്നെസ്സും കിട്ടി, ഇതിന്റെ സ്റ്റിഫ്നെസ്സും കിട്ടി. അപ്പോൾ ബി എ എന്ന് പറയുന്ന മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബി എയുടെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ ബി എയുടെ സ്റ്റിഫ്നെസ്സും ബി സിയുടെ സ്റ്റിഫ്നെസ്സും. ഇത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഒരു ചെറിയൊരു പ്രോബ്ലം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ. കെ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ആണ്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെമ്പറിനെയും യൂണിറ്റ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള മൊമെന്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഫാർ ആൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് 4EI/L ഉം, ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 3EI/L ഉം ആയിരിക്കും. അപ്പൊ സ്റ്റിഫ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിനും ഉണ്ട് ബി എക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉണ്ട്, ബി സിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉണ്ട്. ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബി എയുടെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ ബി എയുടെ സ്റ്റിഫ്നെസ് പ്ലസ് ബി സിയുടെ സ്റ്റിഫ്നെസ്. ഇനി ബി സിയുടെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാലോ, ബി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബി സിയുടെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സ്റ്റിഫ്നെസ് ഓഫ് ബി എ പ്ലസ് ബി സി. നിങ്ങൾക്ക് അടുത്ത ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ തന്നെ അത് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അപ്പോൾ ഓർക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ മാത്തമാറ്റിക്കൽ രൂപം എന്ന് പറയുന്നത് കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ ആണ്. കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെമ്പറിന്റെ സ്റ്റിഫ്നെസ്, സിഗ്മ കെ എന്ന് പറഞ്ഞാൽ
ആ ജോയിന്റ് ഏതാണോ ആ ജോയിന്റിലേക്ക് വരുന്ന എല്ലാ മെമ്പറിന്റെയും സ്റ്റിഫ്നെസ്. നമുക്ക് നോക്കിക്കേ, എ ബി സി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീം ഉണ്ട്, ബി സി എന്ന് പറഞ്ഞൊരു സ്പാന്, ബി എ എന്ന് പറയുന്ന ഒരു സ്പാന്. അപ്പൊ നമുക്ക് അൺലോക്ക് ചെയ്യേണ്ട ജോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ഏതൊക്കെ മെമ്പർ എടുക്കുന്നുണ്ട്? ബി എ എന്ന് പറയുന്ന മെമ്പറും ബി സി എന്ന് പറഞ്ഞ മെമ്പറും ബിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പോയിന്റിനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ് അല്ലെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4EI/L ആണ്. അതുകൊണ്ടാണ് സ്റ്റിഫ്നെസ് ഓഫ് ബി എ KBA എന്ന് പറയുന്നത് 4EI/L. മനസ്സിലായോ? ഇനി സ്റ്റിഫ്നെസ് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ നോക്കിയേ, സി എന്ന് പറയുന്ന ഓൾറെഡി എന്ത് ടൈപ്പ് ജോയിന്റ്? നമ്മളിപ്പോൾ ലോക്ക് എല്ലാം മാറ്റി, അതായത് ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഇതിന്റെ സപ്പോർട്ട് മാത്രമാണ്. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഇവിടെ എല്ലായിടത്തും നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചിരുന്നെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സപ്പോർട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ KBC എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗം, അതായത് നമ്മളുടെ നിയർ എൻഡും ഫാർ എൻഡും. ഫാർ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഹിഞ്ച്ഡ് ആണ്. ഹിഞ്ച്ഡ് എന്ന് പറയുമ്പോൾ 3EI/L ആയിരിക്കും നമ്മളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? KBA 4EI/L. കാരണം ഫാർ എൻഡ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് ബിയിൽ നിന്നും ഫാർ എൻഡ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ബി എയുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4EI/L ആണ്. ബി സിയുടെ സ്റ്റിഫ്നെസ് സി എന്ന് പറയുന്ന ഫാർ എൻഡ് ആണ്, സി എന്ന് പറയുന്ന ഒരു ഹിഞ്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ബി സിയുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 3EI/L ആണ്. ഇനി എങ്ങനെ ബി എയുടെയും ബി സിയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം? നമ്മളുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? K/σK. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ബി എയുടെ സ്റ്റിഫ്നെസ് ഇങ്ങോട്ട് എടുത്തെഴുതുക. അതാണ് 4EI/L ഡിവൈഡഡ് ബൈ എന്താണ്? ബിയിലേക്ക് ഏതൊക്കെ ജോയിന്റുകൾ വരുന്നുണ്ടോ ജോയിന്റിലേക്ക് വരുന്ന എല്ലാത്തിന്റെയും സ്റ്റിഫ്നെസ് എടുത്തെഴുതണം. അപ്പൊ ഇതിലേക്ക് വരുന്ന ബി എ വരുന്നുണ്ട്, ബി സി വരുന്നുണ്ട് അല്ലെ. അപ്പോൾ KBA പ്ലസ് KBC. KBA എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചതാണ് 4EI/L. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. KBC എന്ന് പറയുന്നത് 3EI/L കണ്ടുപിടിച്ചതാണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4/7 എന്ന് കിട്ടും. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് BC. ഇതേ പ്രക്രിയ നിങ്ങൾ ഇവിടെയും കൊടുക്കുന്നു. KBC, അതായത് സ്റ്റിഫ്നെസ് ഓഫ് BC ഓൾറെഡി 3EI/L എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചതാണ്. പിന്നെയോ ബിയിലേക്ക് വന്നു ചേരുന്ന എല്ലാ മെമ്പറിന്റെയും സ്റ്റിഫ്നെസ് ആഡ് ചെയ്യുന്നു. KBA പ്ലസ് KBC = 3/7 കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ കണ്ടുപിടിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ DFBA, അതായത് BAയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും BCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും കൂടെ കൂട്ടി നോക്കിയേ. 4/7 പ്ലസ് 3/7 എത്ര വരും? 7/7 അല്ലെങ്കിൽ 1. അതായത് നിങ്ങൾ ഏത് ജോയിന്റും എടുത്തോളൂ, ഏത് ഇന്റർമീഡിയറ്റ് ജോയിന്റും എടുത്തോളൂ. അങ്ങനെ ഞാൻ പറയും, ഏത് ഇന്റർമീഡിയറ്റ് ജോയിന്റും എടുത്തോളൂ. കാരണം അതിലേക്കാണ് മെമ്പറുകൾ വരുന്നത് അല്ലെ. അപ്പോൾ ഇന്റർമീഡിയറ്റ് ജോയിന്റുകളായിട്ടുള്ള ഏത് നിങ്ങൾ എടുത്താലും നിങ്ങളുടെ BAയുടെയും BCയുടെയും ഇതിലേക്ക് മറ്റൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരുന്ന എല്ലാ മെമ്പേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഓരോ ജോയിന്റിനെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ സം ഓഫ് ഓൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആ പർട്ടിക്കുലർ ജോയിന്റിൽ എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് സാധാരണയായിട്ട് നിങ്ങളോട് ഇത് മറ്റൊരു ചോദ്യമാണ്. ഇതിനകത്ത് 2 സ്പാൻ വരെ 3 സ്പാൻ ഉണ്ട്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കാം. നോക്കിയേ, സി എന്ന് പറഞ്ഞ ജോയിന്റ് ഇതിലേക്ക് എടുക്കുമ്പോൾ ഡി എന്ന് പറഞ്ഞ ജോയിന്റ് ആണ്, ഇത് പിൻഡാണ്. പക്ഷെ ഇവിടെ സ്റ്റിഫ്നെസ് ഓഫ് CB എന്ന് പറയുന്നത് 4EI/L ആണ്. പക്ഷെ നോക്കിയേ, CB എന്ന് പറയുന്നതിനകത്ത് നിങ്ങളുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് പിന്നാണ്. അപ്പം പിന്നാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 3EI/L ആണെന്ന്. പിന്നെ എന്തിനാ ഇവിടെ 4EI/L എന്ന് എഴുതിയിരിക്കുന്നത്? CB ഒരു ഇന്റർമീഡിയറ്റ് സ്പാൻ ആണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് സ്പാനിൽ എന്ത് തരത്തിലുള്ള ജോയിന്റ് വന്നാലും നമ്മൾ ഫാർ എൻഡിനെ ഫിക്സ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4EI/L എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നത്.
അങ്ങനെ ഒരു വാല്യൂ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി ബിയുടെയും സി ഡിയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻ്റയർ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബി സിയുടെയും ബി എയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സസൈസ് ആണ്. അടുത്ത ചോദ്യം ഓൾറെഡി നിങ്ങൾ പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുള്ളതായിരിക്കും. അതായത് ഇവിടെ ഒരു റിജിഡ് ജോയിന്റ് സി എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് ഉണ്ടായിരിക്കും, ബി ഫിക്സ്ഡ് ആയിരിക്കും, എ ഫിക്സ്ഡ് ആയിരിക്കും, താഴത്തെ ഡി എന്ന് പറയുന്നത് പിന്നായിരിക്കും. അപ്പം ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങളുടെ സാധാരണഗതി ചോദ്യം വരുന്നത്. ഇനി സിയില് നിങ്ങൾ ഒരു മൊമെന്റ് കൊടുത്താൽ ഇതൊരു റിജിഡ് ജോയിന്റ് ആയതുകൊണ്ട് ഈക്വൽ എമൗണ്ട് ആയിരിക്കും മൊമെന്റ് എല്ലാ ഭാഗങ്ങളിലേക്കും മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണും? സി ബി നമുക്ക് നോക്കാം. സി ബി എന്ന് പറയുന്നതിനകത്ത് നിങ്ങളുടെ നിയർ എൻഡ് സി, ഫാർ എൻഡ് ബി ആണ്. ഫാർ എൻഡ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4EI/L ആണ്. അതുപോലെ തന്നെയാണ് സി എയും. സി എ ഭാഗം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് 4EI/L ആയിരിക്കും നിങ്ങളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയോ ഈ പിൻഡ് ജോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് 3EI/L എന്ന് പറഞ്ഞൊരു ഉത്തരമേ തരത്തുള്ളൂ. കാരണം അതൊരു ഫാർ എൻഡ് എന്ന് പറയുന്ന ഒരു പിൻഡ് ജോയിന്റ് ആണ്, അതുകൊണ്ട് 3EI/L. അപ്പൊ അത് കിട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് സി ബി ഡിവൈഡഡ് ബൈ ഈ വാല്യൂ എല്ലാം കൂട്ടുന്നതായിരിക്കും. സി എ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി എ ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂട്ടുന്നതായിരിക്കും. സി ഡി എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് സി ഡി ഡിവൈഡഡ് ബൈ എല്ലാം കൂട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു ധാരണയായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് എങ്ങനെ ക്യാരി ഓവർ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ക്യാരി ഓവർ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. ക്യാരി ഓവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പറഞ്ഞു നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ നിങ്ങളിപ്പോൾ മൊമെന്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതായത് 58 കിലോ ന്യൂട്ടന്റെ എത്ര ശതമാനമാണ് ഇവിടെ വരുന്നത്? അതായത് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടിയാൽ നിങ്ങൾ 58 കിലോ ന്യൂട്ടനെ ഈ ഇവിടുത്തെ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് കിട്ടും. അതിനെ ബാലൻസ് ചെയ്യുന്ന മൊമെന്റ് കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് ഈ 58 കിലോ ന്യൂട്ടനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഭാഗത്തെ നിങ്ങളുടെ ബാലൻസിങ് മൊമെന്റ് കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആകും. എന്തുകൊണ്ട്? അതാണ് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. When a moment m is applied, you have union rotation at near end. ഇതാണ് near end. The moment developed at the far end is known as carry over moment. അതായത് നിങ്ങൾ നിയർ എൻഡിൽ ഇപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് വെച്ചില്ലേ ഒരു മൊമെന്റ്, അങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർ എൻഡിൽ രൂപപ്പെട്ട മൊമെന്റിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ഫിക്സ്ഡ് മൊമെന്റ് ഉണ്ട് അല്ലെ, ഇവിടെ ഓൾറെഡി ഇത് ഫിക്സ്ഡ് ആണ്. അതിന്റെ കൂടെ ഇത് കാരണം ഇവിടെ ഉണ്ടായ മൊമെന്റിന് പറയുന്ന പേരാണ് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ ഇത് കാരണം ഇവിടെ ഉണ്ടായ മൊമെന്റിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തുമാത്രമായിരിക്കും ക്യാരി ഓവർ ചെയ്യുക? നിങ്ങളുടെ നിയർ എൻഡില് മൊമെന്റ് ഡെവലപ്പ് ചെയ്തു, ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ബാലൻസിങ് മൊമെന്റിന്റെ നേർ പകുതിയായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന് പകരം ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ എന്ത് പറ്റും? ഈ 58 കിലോ ന്യൂട്ടൺ മീറ്ററിന്റെ അതിന്റെ ഒരു പെർസെന്റേജ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലെ, 0 ആയിരിക്കും ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് മൊമെന്റ് ഇൻഡ്യൂസ്ഡ് at far end to the moment applied at near end. അതായത് നിങ്ങളുടെ ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നതിന്റെ പകുതി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ഒന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്നതാണ്. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുഴുവൻ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
ഇതിന്റെ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കാം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഇത് നിങ്ങളുടെ ഓൾറെഡി 15 മാർക്കിന് നിങ്ങളുടെ ഡിപ്ലോമ ലെവൽ എക്സാമിനേഷന് 2019 തന്നെയാണെന്ന് തോന്നുന്നു ചോദിച്ച ഒരു ചോദ്യമാണ്. അനലൈസ് ദ ബീം shown in the figure by moment distribution method and draw the bending moment diagram. Assume E is constant for the beam. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 3:45 നമ്മൾ സമയം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. അവസാനം സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. നമ്മൾ എ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഫിക്സ്ഡ് എൻഡ് ആണ്, ബി എന്ന് പറഞ്ഞ ഭാഗത്ത് അതൊരു പിന്ന് സപ്പോർട്ടാണ്, സി എന്ന് പറഞ്ഞ ഭാഗം വീണ്ടും ഫിക്സ്ഡ് ആണ്. അപ്പം നമുക്ക് എത്ര സ്പാൻ ഉണ്ട്? എ ബി എന്ന് പറഞ്ഞൊരു സ്പാനും ഉണ്ട്, ബി സി എന്ന് പറഞ്ഞൊരു സ്പാനും ഉണ്ട്. ഓരോ സ്പാൻ്റെ നീളം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഇവിടുത്തെ എ ബിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 3 EI ആണ്. ബി സിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2 EI ആണ്. എ ബിയിൽ ഒരു 30 kN ആക്ട് ചെയ്യുന്നുണ്ട് UDL. ബി സിയിൽ ഒരു 72 kN ആക്ട് ചെയ്യുന്നുണ്ട് എക്സെൻട്രിക് ആയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് വരച്ചതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫിക്സ്ഡ് എൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നു, ബി സിയെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ടും വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് ബീമിൽ നമ്മൾ UDL അപ്ലൈ ചെയ്യാണ്. 30 kN ആണ് നമ്മുടെ UDL എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾക്കറിയാം, നമുക്ക് അതിന് റെഡി ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഇവിടെ -WL²/12 ഇവിടെ +WL²/12. അപ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഒരിക്കലും ലെങ്ത് നിങ്ങൾ 12 മീറ്റർ ആക്കി എടുക്കരുത്. ഈ ബീമിന്റെ ലെങ്ത് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ, അതാണ് 6 മീറ്റർ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 62 അല്ല 6² ആണ്, ചെറിയൊരു തെറ്റ് പറ്റിയതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -90 kN എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ +90 kN എന്ന് പറഞ്ഞൊരു മൊമെന്റ് കിട്ടും. അതുപോലെ തന്നെ ഈ കേസ് എന്ന് പറയുന്നത് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള -WAB²/L². ഇതിനെ സോൾവ് ചെയ്താൽ നിങ്ങളുടെ എയുടെ വാല്യൂ 4ഉം ബിയുടെ വാല്യൂ 2ഉം ആയിരിക്കും. ഇതിനെ സോൾവ് ചെയ്താൽ -32 എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് +64 എന്ന് പറഞ്ഞൊരു വാല്യൂ. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫിക്സ്ഡ് എൻഡ് മൊമെന്റിനകത്തെ വാല്യൂ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ജസ്റ്റ് ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലും ഈ മാർഗം ഉപയോഗിക്കാം, വളരെ എളുപ്പമായിരിക്കും. ഈ ഭാഗത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുന്നു, ഈ ഭാഗത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തേതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൽ നമുക്ക് ബി എന്ന് പറഞ്ഞ ജോയിന്റ് ഇതുപോലെ ഒരു കോളം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യത്തെ കോളത്തിനകത്ത് നമ്മൾ മെമ്പർ എഴുതുന്നു, അതായത് ബിയിൽ നിന്നുള്ള മെമ്പറുകളാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ബിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നടുക്കുള്ള ജോയിന്റിൽ നിന്നുള്ള മെമ്പർ ആയിരിക്കണം എഴുതുന്നത്. അപ്പോൾ എത്ര മെമ്പർ ഉണ്ട്? BA എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്, BC എന്ന് പറഞ്ഞൊരു മെമ്പറും ഉണ്ട് അല്ലെ. BC എന്ന് പറയുന്ന മെമ്പറും ഉണ്ട്. ഇനി ഇതിനകത്ത് 3I ആണ് നമ്മളുടെ വാല്യൂ, എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇവിടെ 2EIയും. അപ്പോൾ ഇതുപോലെ കോളം തിരിച്ച് എഴുതുക. ഇനി നമുക്ക് നമ്മളുടെ K വാല്യൂ കണ്ടുപിടിക്കാം. നോക്കൂ, നമ്മളുടെ നിയർ എൻഡ് B, ഫാർ എൻഡ് A. ഫാർ എൻഡ് ഫിക്സ്ഡ് ആണ്. ഫാർ എൻഡ് ഫിക്സ്ഡ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്? 4EI/L അല്ലേ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. E എന്ന് പറയുന്നത് E തന്നെ എടുക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. I വാല്യൂ എന്ന് പറയുന്നത് 3I ആണ്. അപ്പം അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6EI/3 എന്ന് എഴുതാം. അത് എന്തിനാണ് അങ്ങനെ എഴുതുന്നത് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളിൽ മനസ്സിലാവും. ഇനി BC നോക്കൂ. B എന്ന് പറയുന്നത് നിയർ എൻഡ്, C എന്ന് പറയുന്നത് ഫാർ എൻഡ്. അപ്പോൾ ഈ ഫാർ എൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. വീണ്ടും സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4EI/L. ഐയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ 4EI/3. ഇനി നമ്മൾ എന്താണ്? BAയുടെയും BCയുടെയും സ്റ്റിഫ്നെസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ 6EI/3 എന്ന് തന്നെ ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2EI എന്ന് എഴുതാം. എന്നിട്ട് അതിനെ
മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ സിഗ്മ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വാല്യൂയുടെയും ഈ വാല്യൂവിന്റെയും സം ആയിരിക്കും. 10ei/3 6 + 4 10ei/3 ആയിരിക്കും. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ, അതായത് ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് ബി എ ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ്. ഇവിടുത്തെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 6ei/3. ടോട്ടൽ സം എത്രയാണ്? 10ei/3. അപ്പോൾ 6ei/3/10ei/3 0.6 അല്ലേ? അതുപോലെ തന്നെ ബി സിയുടെ സ്റ്റിഫ്നെസ് 4ei/3 ആണ്. അപ്പോൾ 4ei/3 ഡിവൈഡഡ് ബൈ 10ei/3 എത്ര വരും? 0.4. നോക്കിയേ, ബിക്കകത്ത് വരുന്നത് ബി എ ആണ്, ബി സി ആണ്. രണ്ടിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് 1 വന്നു. അപ്പൊ അങ്ങനെ 1 വന്നാൽ നിങ്ങൾ കണക്ക് കൂട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ശരിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ക്യാരി ഓവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കണം നോക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉണ്ടായി, നിങ്ങൾക്ക് മൊമെന്റ് ഉണ്ടാവുമ്പോൾ ഫാർ എൻഡ് എ ഫാർ എൻഡ് സി ആണ്. അപ്പം ഈ എയും സി എന്താണ്? ഫിക്സ്ഡ് ആണ് അല്ലെ? ഇങ്ങനെ ഫിക്സ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്? ഇവിടെ ഉണ്ടാകുന്നതിന് നേരെ പകുതി ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് ആദ്യത്തേതിനകത്തെയും രണ്ടാമത്തേതിനകത്തെയും നിങ്ങളുടെ ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.5. അപ്പോൾ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റുകൾ നിങ്ങൾ കണ്ടുപിടിച്ചു, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുകൾ കണ്ടുപിടിച്ചു, ക്യാരി ഓവർ ഫാക്ടർ കണ്ടുപിടിച്ചു. ഇത്രയും കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇനിയൊരു ടേബിൾ ഫോം ചെയ്യും. ആ ടേബിൾ ആണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇതാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം. ഇത് ജോയിന്റ് തിരിച്ച് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ജോയിന്റ് എ, ജോയിന്റ് ബി, ജോയിന്റ് സി. ജോയിന്റ് എയിൽ നിന്ന് പുറപ്പെടുന്ന മെമ്പറാണ് എ ബി മാത്രമാണ്. ജോയിന്റ് സിയിൽ നിന്നുള്ള മെമ്പർ സി ബി മാത്രമാണ്. ജോയിന്റ് ബിയിൽ നിന്നുള്ള മെമ്പർ ബി എയും ഉണ്ട്, ബി സിയും ഉണ്ട്. അതാണ് ബി എ ബി സി എന്ന് എഴുതിയിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നിങ്ങൾ എന്തിനൊക്കെ കണ്ടുപിടിച്ചു? ബി എക്കും ബി സിക്കും മാത്രമാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0.6 എന്ന് എഴുതുക, ഇവിടെ 0.4 എന്നും എഴുതുക. ഇനി ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ച ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് -90 +90 -32 +64. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ, അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ബി എന്ന് പറഞ്ഞ ജോയിന്റിലാണ് അല്ലെ? ഒരു ഭാഗത്ത് ഇവിടെ +90 വന്നു, ഇവിടെ -32 വന്നു. അപ്പൊ ഇത് രണ്ടിനും നിങ്ങൾ ആഡ് ചെയ്യുക. എത്ര വരും? +58 വരും. +58 വന്നാൽ -58 കൊണ്ടായിരിക്കണം അതിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെ? അപ്പം ഇനിയും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് -58ന്റെ എത്ര ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കാമെന്നുള്ളതാണ്. അതിനാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 90 - 32 അതായത് 58 അതാണ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുന്നത് പ്ലസ് ആണ്, അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് മൈനസ് ആണ്. അപ്പം -58 ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. -58 ഇൻറ്റു 0.6 ആയിരിക്കും എന്ത് വരേണ്ടത്? ഇവിടെ ബാലൻസ് ആയിട്ട് വരേണ്ടത്. ഇവിടെ ബാലൻസ് ചെയ്യേണ്ടത് -58 ഇൻറ്റു 0.6. അപ്പൊ ഇവിടെയോ -58 ഇൻറ്റു 0.4. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ആ 58ന്റെ എന്തുമാത്രം ഈ പോയിന്റിൽ നിങ്ങൾ കൊടുക്കണം, ഈ പോയിന്റിൽ നിങ്ങൾ കൊടുക്കണം എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നിങ്ങളോട് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്യാരി ഓവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ അപ്ലൈ ചെയ്തതിന്റെ നേരെ പകുതി ഇങ്ങോട്ട് എടുത്ത് കൊടുക്കണം. അപ്പം -34.8 ആണെങ്കിൽ അതിന്റെ നേരെ പകുതി എടുത്ത് ഇങ്ങോട്ട് നിങ്ങൾ ആഡ് ചെയ്യണം, -17.4. അതുപോലെ തന്നെ ഇവിടെയും, കാരണം ഫാർ എൻഡ് ആണ്, ഫാർ എൻഡ് രണ്ടും ഫിക്സ്ഡ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാരി ഓവർ എന്ന് പറയുന്നത് 0 പോയിന്റ്. പക്ഷേ ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് നിങ്ങളുടെ ക്യാരി ഓവർ ഇതിന്റെ പകുതി ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണം, ഇതിന്റെ നേരെ പകുതി ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുകയും ചെയ്യണം. കഴിഞ്ഞില്ലേ? അപ്പം ഇനിയും ഇങ്ങോട്ട് ഇവിടെ നിന്ന് ബാലൻസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞു. ചില പ്രോബ്ലത്തിൽ ഇതുപോലെ ഈ സ്റ്റെപ്പ് 2 or 3 പ്രാവശ്യം ബാലൻസ് ചെയ്യുകയും ക്യാരി ഓവർ ചെയ്യുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഫൈനൽ മൊമെന്റിലേക്ക് നിങ്ങൾ വരത്തുള്ളൂ. അപ്പൊ ഈ കേസിൽ വളരെ എളുപ്പം ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ, ഒന്നാമത്തെ ഐറ്ററേഷൻ എന്ന് പറയും, അതിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഈ ഫിക്സ്ഡ് മൊമെന്റിനെയും ക്യാരി ഓവർ ചെയ്തു വന്ന മൊമെന്റിനെയും ആഡ് ചെയ്യുന്നു. അപ്പൊ 90 17.4 ചെയ്താൽ 107.4 നിങ്ങളുടെ എയിലെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി 90 ഉണ്ട് 34.8 ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബിയിലെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് 55.2. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ -55.2. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ 52.4. ഇതാണ് നിങ്ങളുടെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യത്തിന്റെ 90% നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവസാനമായിട്ട് നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ അനാലിസിസ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഇത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂ ആണ്. അതായത് മെമ്പർ എ ബി ബി എ ബി സി സി ബി എന്നീ 4 പോയിന്റുകളെയും ഫൈനൽ മൊമെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ എയില് എനിക്ക് 107.4, ബിയില് 55.2, സിയില് 52.4 ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ പിന്നെ ഇതെന്താണ് ഇങ്ങനെ പാരാബോളയും ഇവിടെ ഒരു ട്രയാങ്കിളും വന്നിരിക്കുന്നത്? നിങ്ങൾക്കറിയാം ഫ്രീ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു. അതായത് ഇതിനെ ഈ എ ബി എന്ന് പറഞ്ഞ ഭാഗത്തെ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് എഴുതുകയാണ്. അതായത് UDL സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഇതിനകത്തുണ്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ W²/8 ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ടോസ് 1 പഠിച്ചതാണ്. അപ്പൊ അത് വെച്ച് ഇവിടെ ഒരു പാരാബോള വരയ്ക്കും. അപ്പം അതിന്റെ മാക്സിമം വാല്യൂ 135 kN/m ആയിരിക്കും. വീണ്ടും ബി സിയെ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ആക്കി. ബി സിയെ സിംപ്ലി സപ്പോർട്ടഡ് ആക്കുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? WAB/L ആയിരിക്കും. അത് 96. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഈ ഫ്രീ ബെൻഡിങ് മൊമെന്റിനെയും നിങ്ങൾക്ക് കിട്ടിയ ഫൈനൽ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റിനെയും കൂട്ടിച്ചേർത്ത് വരച്ചിരിക്കുന്ന ഈ ഫിഗറാണ് നിങ്ങളുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കംപ്ലീറ്റ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം, അതായത് ഇത് 15 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പൊ എങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലത്തെ. താങ്ക് യു. ഹലോ സർ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ. ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട്, പ്ലീസ് എക്സ്പ്ലെയിൻ ദ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു മൊമെന്റ് ഇൻ കാന്റിലിവർ ബീം. ഏതാണ്? Please explain the deflection due to moment in cantilever beam. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു കാന്റിലിവർ ബീം എന്ന് പറയുന്നത് നമ്മൾ 3ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ്. അത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക് അല്ല. ഡിഫ്ലക്ഷൻ ഇൻ കാന്റിലിവർ ബീം എന്ന് പറയുന്നത് പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതായത് മൊമെന്റ് ഏരിയ മെത്തേഡ് ഉണ്ട്, മെക്കോളേജ് മെത്തേഡ് ഉണ്ട്, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ് ഉണ്ട്. പക്ഷെ അത് മൊഡ്യൂൾ 3 ഭാഗമാണ്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലീസ് എക്സ്പ്ലെയിൻ ക്യാരി ഓവർ ഫാക്ടർ. ക്യാരി ഓവർ ഫാക്ടർ പറയാം. ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു മൊമെന്റ് ബാലൻസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യപ്പെട്ട മൊമെന്റ് ഒരിക്കലും ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളുടെ ഫാർ എൻഡ് നിങ്ങൾ നോക്കുക. ഫാർ എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെവലപ്പ് ചെയ്ത ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഡെവലപ്പ് ചെയ്ത മൊമെന്റിന്റെ നേരെ പകുതി ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ മാത്രം ഈ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് പറയുന്ന പ്രക്രിയയുടെ പേരാണ് ക്യാരി ഓവർ എന്ന് പറയുന്നത്. അങ്ങനെ ക്യാരി ഓവർ ചെയ്ത മൊമെന്റിന് പറയുന്ന പേരാണ് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങളുടെ ജോയിന്റിൽ നിങ്ങൾ ബാലൻസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫാർ എൻഡ് ഫിക്സഡ് ആണെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് ക്യാരി ഓവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതിന്റെ ഒരു ഭാഗം അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു വാല്യൂന് പറയുന്ന പേരാണ് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Please explain balancing once more. ബാലൻസിങ്. അതെ. അപ്പം ഓൾറെഡി ഞാനത് ചോദ്യത്തിനകത്ത് തന്നെ പറയാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ജോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ജോയിന്റില് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആയിട്ട് +90 വന്നു. അതായത് ബി എ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് +90 വന്നു. ബി സി എന്ന് പറഞ്ഞ
ഭാഗത്ത് ഫിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് -32 ആണ്. അപ്പം ഈ ഭാഗത്ത് ഒരു +90, ഇവിടെ -32, രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? +58 kN ആണ് വരുന്നത്. അപ്പം +58 kN ഇവിടെ വന്നു. അപ്പം അതിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം അൺബാലൻസ്ഡ് മൊമെന്റിനെ ബാലൻസ് ആക്കണമെങ്കിൽ ഈ 58 kN ഒരു ഭാഗം ഇവിടെയും കൊടുക്കണം, ഈ ഭാഗത്തും കൊടുക്കണം. അതായത് 90 വന്നതിന്റെ ഭാഗത്തും കൊടുക്കണം, 32 വന്നതിന്റെ ഭാഗത്തും കൊടുക്കണം. അപ്പോ എങ്ങനെ നമ്മൾ അതിനെ കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ച് ഈ 58 kN നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ്ഡ് മൊമെന്റ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ച് ഈ 58 kN മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. പക്ഷേ നിങ്ങൾ ഈ 58 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ വെച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ -34.8, ഇവിടെ -23.2 കിട്ടും. അതാണ് ബാലൻസിങ്. അതായത് ഇവിടെ വരുന്ന അൺബാലൻസ്ഡ് മൊമെന്റിനെ നിങ്ങൾ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 58 kN ഇവിടെ വന്നു, പക്ഷെ അത് പിൻ ജോയിന്റ് ആയതുകൊണ്ട് അത് അൺബാലൻസ്ഡ് ആണ്. അപ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ 58ന്റെ ഒരു ഭാഗം തിരിച്ച് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ സർ. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈൻ മാറുന്നത് എന്തുകൊണ്ടാണ്? അത് ഇത് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഇങ്ങനെയാണ് ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡ് പ്രൊഫസർ ഹാർഡി ക്രോസ് ഇങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിങ്ങൾ എടുക്കുന്ന പോലെ നെഗറ്റീവ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിന് എടുത്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരങ്ങൾ കിട്ടില്ല, ആകെ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് മൊമെന്റ് നിങ്ങൾക്ക് കിട്ടണം. ഇതുപോലെ ഈ നെറ്റ് മൊമെന്റ് നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈൻ ഫിക്സ്ഡ് മൊമെന്റിന് വേണ്ടി ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് മൊമെന്റ് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സിമ്പിൾ പോർട്ടൽ ഫ്രെയിമിന്റെ കേസിൽ എങ്ങനെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷെ പോർട്ടൽ ഫ്രെയിമിന്റെ ചോദ്യം കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ 1 മണിക്കൂറിന്റെ ഈ ഇന്റർവെൽ നമുക്ക് പോർട്ടൽ ഫ്രെയിം കൂടെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെയിം മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ പോർട്ടൽ ഫ്രെയിമിന്റെ കേസ് ആയാലും. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. എന്തായാലും നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു സർ. ഗുഡ് ക്ലാസ്. ഇടയിൽ എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിന് ഇതൊരു ബെനിഫിഷ്യൽ ക്ലാസ് ആയിരുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.